Hi friends, how are you? Welcome back to my tiny cooking world. അപ്പോൾ ഇന്ന് ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ഗാർലിക് ബ്രെഡ് ഗാർലിക് ചീസ് ബ്രെഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊരു കുട്ടികളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അതങ്ങോട്ട് മറന്നേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അതിന് മുന്നേ ഈ വീഡിയോ ഞാനിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു കൈപ്പിടി ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത്. അത് പേസ്റ്റാക്കിയിട്ട് ജസ്റ്റ് വയ്ക്കാൻ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ഇത് ചുട്ടെടുത്താലും മതി, നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വേവ് നല്ലോണം പേസ്റ്റ് രൂപത്തിലാകുന്ന വരെ നമ്മളത് ഗാർലിക്ക് നമ്മൾ വഴറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇങ്ങനെ മുഴുവനോടെ ഇട്ടതുകൊണ്ട് അത് ജസ്റ്റ് വെന്ത് വരാനൊക്കെ കുറച്ചൊന്ന് സമയമെടുത്ത് അത് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത് അതായിട്ടുണ്ടോ എന്നാലും എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന വിധത്തിൽ കുറച്ച് നേരം എടുത്തു. ഇത് എനിക്ക് ആണെങ്കിൽ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പണി തീർക്കുക, വേഗം കിച്ചൺ വൃത്തിയാക്കി വേഗം കിച്ചണിൽ നിന്നും പുറത്ത് ചാടുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കിച്ചണിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുളുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ഗാർലിക് ഏകദേശം ഒന്ന് ആയ സമയത്ത് ഞാനിത് മാഷ് ചെയ്ത് കുറച്ച് പെട്ടെന്നാക്കി അതിനകത്തേക്ക് കുറച്ചൊരു ചില്ലി പൗഡർ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു. ആ ചില്ലി പൗഡറിലേക്ക് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ചെറിയൊരു ക്യൂബ് ബട്ടറും കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഇത് പേസ്റ്റ് രൂപത്തിലായിട്ടില്ല. അതുകൊണ്ട് ഇത് ആകെ കുറച്ചുള്ളത് കൊണ്ട് ഇത് മിക്സിയിലിടാനും പറ്റില്ല. അപ്പം ഇത് മിക്സിയിലിടുന്നതിന് പകരം ഞാൻ ഒരു നമ്മുടെ ചെറിയ അരക്കല്ലിലെടുത്തിട്ടാണ് ഞാനിതിപ്പം ചെയ്യാൻ പോകുന്നത്, പേസ്റ്റാക്കാൻ പോകുന്നത്. അപ്പോൾ അരകല്ല് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ചെയ്ത് നോക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 1.5 ടീസ്പൂണ് ഇതുള്ളൂ. ഞാൻ ആകെ 2 ബ്രെഡ് മാത്രമാണ് ആക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ മാക്സിമം അത് ചതയ്ക്കാൻ നോക്കുന്നുണ്ട്. അത് എത്ര ശ്രമിച്ചിട്ടും അത് ഇങ്ങനെ പേസ്റ്റായിട്ടൊന്നും വരണ ഒരു ലക്ഷണവും കാണുന്നില്ല. എന്നെ തള്ളണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന് പറയണ പോലെ ഈ ഗാർലിക്ക് അതേമാതിരി തന്നെ ഇങ്ങനെ കിടക്കേണ്ടത്. എനിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കനം അത്ര അങ്ങോട്ട് പിടിക്കില്ല. എൻ്റെ കൈ കൊണ്ട് അത് പിടിച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. എങ്കിലും മാക്സിമം ട്രൈ ചെയ്ത് ചതച്ചെടുത്ത് അത് റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇടിച്ച് ഒരു പരുവാക്കാൻ കുറച്ചൊരു ടൈം എടുത്തു. അപ്പം ഞാനതൊരു ഫാസ്റ്റ് മോഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈപ്പർ ലാപ്സിലൊക്കെ ആക്കി അത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ ബട്ടറിലാണ് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ബട്ടറിൻ്റെ ചെറിയൊരു അംശം പോലും പോകാതിരിക്കാൻ അതേണ്ട ബ്രെഡിലിട്ട് ആ അമ്മിക്കുട്ടി എന്നല്ല പറയുക, ചെറിയ അമ്മിക്കുട്ടി ബട്ടറെല്ലാം അതിനകത്ത് തേച്ച് പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഒരു ബട്ടർ, അതായത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഫൈൻ പേസ്റ്റൊന്നും ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം ഒരു പേസ്റ്റാക്കാൻ രൂപത്തിലായിട്ടുള്ള ഇതിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്കിപ്പം കാണാം. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒരു സ്പൈസിനെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ 1/4 സ്പൂൺ നമ്മൾ എന്തിട്ടു മുളക് പൊടി ഇട്ടു. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് അതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, ഈ ഒരു പേസ്റ്റ് നമ്മളിനി ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. പിന്നെ ഞാനിത് ആകെ ഒരു 4 പീസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് കുറേയൊന്നും എനിക്ക് ഈ ഒരു ചീസും ബ്രെഡും എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ല. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒരു സന്തോഷത്തോടുകൂടി നല്ല രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിന്നണ കാണുമ്പോൾ അതൊരു മനസ്സുഖം അത് നിങ്ങളെല്ലാ അമ്മമാർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ ഇത് അധികം ഉണ്ടാക്കിയിട്ട് വേസ്റ്റ്, ഞാൻ ഉണ്ടാക്കിയ സാധനം വേസ്റ്റായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. അത് പിന്നെ സക്സസ് ആയിട്ട് ഇഷ്ടമായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ട്രയൽ എപ്പോഴും കുറച്ച് മാത്രം, വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ട് എപ്പോഴും ഏത് ഫുഡാണെങ്കിലും ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ബട്ടർ തേച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഫ്രൈങ് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ബ്രെഡ്. അപ്പോൾ നല്ല ഈ ഒരു മുളകിട്ടതുകൊണ്ടും പിന്നെ ഒരു ഗാർലിക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് നല്ലൊരു കാണാൻ നല്ല ഭംഗിയായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മാത്രം മറ്റേത് നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുള്ളൂ, രണ്ട് ഭാഗത്തായിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രം. ഒരു ഭാഗത്ത് നമ്മൾ ചീസ് ഫില്ല് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് അധികം മരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, എഡിബിളാണ്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രെഡെല്ലാം കൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചീസ് നമുക്കൊരു ഉള്ളിൽ ചീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ്റ്റ് ചെയ്ത് ബ്രെഡിൻ്റെ മുകളിലൊക്കെ ചീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ടാമത്തെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അത് കവർ ചെയ്യാം. പിന്നെ അതൊന്ന് ചീസൊന്ന് ജസ്റ്റ് സ്ലൈറ്റ്ലി മെൽറ്റ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കത് ബ്രെഡ് അടുപ്പിൽ നിന്ന് നമുക്ക് അത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പ്രോസസ്സും രണ്ടാമത്തതും അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നു. അതിനിടയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതിങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നല്ല ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് കഴിക്കാനൊക്കെ തോന്നിട്ട്. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ ലഞ്ചിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമുക്കത് എളുപ്പത്തിൽ ലഞ്ചിന് മീൻസ് ചൂടോടെ അത് മെൽറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ ലഞ്ച് സജസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരത്തെ ഒരു സ്നാക്കാക്കിയിട്ടായിരിക്കും. പിള്ളേർക്ക് ചിലപ്പോൾ ചീസ് ഇങ്ങനെ ഭയങ്കര വലിഞ്ഞിട്ട് കാണുന്നതൊക്കെ ചെയ്ത് ഇഷ്ടമായി അങ്ങനെ അത് എൻജോയ് ചെയ്ത് തിന്ന കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഇത് പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി വെച്ചപ്പോൾ കാണാൻ നല്ല തിന്നാനൊക്കെ തോന്നും. നല്ല മെൽറ്റ് ചെയ്തിട്ട് നല്ലൊരു ചീസിയായിട്ട് തിന്നാൻ നല്ല രുചിയുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവരെന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നുള്ള ഫോർ ഷുവറാണ് പിള്ളേർക്ക്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.